എവ്രിവൺ, ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കുറച്ച് സജഷൻസ് എല്ലാം തന്നായിരുന്നു. ലൈക്ക് സ്പീഡ് കുറവാണ് ഭയങ്കര, അതുകൊണ്ട് ഡയലോഗ് ക്ലിയർ ആവുന്നില്ല എന്ന്. സോ ഇതിനകത്ത് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞായിരുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. അത് ഞാൻ കുറച്ചിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് എന്താ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഹോസ്റ്റലിൽ വെച്ചാൽ. ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചീൻ്റെ നടുക്കാണ്. ചുറ്റും വണ്ടിയുടെ ഒരു കോലാഹലമാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് നമ്മൾ ക്ലിയർ ആക്കുമ്പോൾ അത് ക്ലിയർ ആക്കാൻ കുറച്ചൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എയർ വരുന്ന കാര്യം എൻ്റെ ഫോണിൽ എനിക്കറിഞ്ഞൂടെ ഇത് എന്താ, ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് സ്പീക്കറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. സ്പീക്കറാണെങ്കിലും പറയുമ്പം നമ്മൾ ഫോണിൻ്റെ അകത്ത് കയറിയിരുന്ന് പറയണം. അന്നേരം എന്താ, ഞാൻ പറയുമ്പോഴത്തേനും ഈ കാറ്റെല്ലാം കൂടെ അടിച്ചിട്ട് എന്താവും, സൗണ്ട് നിന്ന് പോവും. അതാണൊരു ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ, ഇടയ്ക്ക് വരുവാണെങ്കിൽ. പിന്നെന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ഞാൻ പറഞ്ഞുതരാം എന്ത് ഈ സ്ലോ ആക്കുന്നതിൻ്റെ കാരണമെന്ന്. ഞാൻ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണ്ടേ. പിന്നെ മെയിനായിട്ട് എൻ്റെ സ്ലാങ് അത് നല്ല വ്യത്യാസമാണ് മക്കളെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സ്ലോ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്പീഡിട്ട് കാണുമല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, അത്യാവശ്യം സ്പീഡാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ പറയുമ്പോഴേ എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എന്നാൽ പോയി കണ്ടോ, ബൈ. ഡേടാ, ഒന്ന് പോയാ വാതിൽ തുറന്നേടാ. എനിക്കൊന്നും വയ്യ, അമ്മ പോയി തുറക്ക്. ഓ, തോന്നി കൽപ്പന പോലെ. ഇതാര്? റോഷൻ മോന്, വാടാ കേറ്. ആൻറ്റി, അത് ഞാൻ നോട്ട്. മോള് പറഞ്ഞായിരുന്നു നീ കൊണ്ടുതരുമെന്ന്. ബാ കേറ്. കറിവേപ്പിലയുണ്ടോ കടലക്കറി വയ്ക്കാം? കറിവേപ്പിലയുണ്ടോ കടലക്കറി വയ്ക്കാം? ഇവനെന്താ ഇവിടെ? എടാ, അവിടെ നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കാതെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. ഞാൻ വരാം. മോൻ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അയ്യോ ആൻറ്റി, എന്തായാലും വന്നേല്ലേ, ഇത്ര നാളെ ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വന്നിട്ട് കഴിച്ചിട്ട് പോയാൽ മതി. ഓക്കെ. മോൻ ഇവിടെ ഇട്ട് ഞാനൊന്ന് റിയാനെ വിളിച്ചിട്ട് വരാം. റിയ മോളേ, എന്താ റോഷൻ ചേട്ടൻ എന്താ ബുക്കും കൊണ്ടുവന്നിനാ? ഓ, താങ്ക് യു ചേട്ടാ. ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടു തരണമെന്നില്ലായിരുന്നു, കോളേജിൽ തന്നാൽ മതിയായിരുന്നു. അത് കുഴപ്പമില്ല റിയ, ഞാൻ പോയ വഴിക്ക് കയറിയതേ ഉള്ളൂ. എന്തായാലും താങ്ക് യു ചേട്ടാ. ഇതാ ചായ കുടിക്കേ. അപ്പം ശരി, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. വാട വച്ചു പോവാം. ക്ലാസ് കഴിഞ്ഞ് പണ്ടാരം. ഞാൻ പറയാൻ മറന്നുപോയി, നീ വിട്ടോ. എനിക്ക് ഗിത്താർ റെൻറ്റിനെടുക്കാൻ പോണം. എന്നാ നീ എന്താടാ പന്നെ നേരത്തെ പറയാൻ? ഞാൻ നേരത്തെ പോയില്ലായിരുന്നു. ഇനിയിപ്പോൾ ചെല്ലി. ശരി, ബൈ.
ഏടാ ഡാ ഇത് റോഷൻ ബുക്കാ, ഇതൊന്ന് നീ കൊടുത്തേക്കണം അവന്. നിന്റെ വീടിൻ്റെ അടുത്തല്ലേ അവൻ. അപ്പം ശരി എന്നാ. ഡാ ഡാ അവൻ പോയോ? ഇത് ഞാനെങ്ങനെ അവന് കൊടുക്കാനാ? അങ്ങോട്ട് ചെന്നാലും മതി, അവൻ്റെ മമ്മി എൻ്റെ കാലൊടിക്കും. A few moments later. അവരിപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. എന്തായാലും കയറി നോക്കാം. ആ ഇതാര്? റെയ്ഡനോ? വാടാ അകത്തേക്ക് കയറി. അയ്യോ അങ്കിൾ, ഞാൻ ആരാ റാം? നീയോ? നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ റോഷൻ്റെ ബുക്ക്. റോഷന്റെ ബുക്കോ? അതെങ്ങനെ നിന്റെ കയ്യിൽ? അതല്ല, അവൻ്റെ ക്ലാസ്മേറ്റ്. എന്താണെങ്കിലും ഗേറ്റിന്റെ അടുത്ത് കൊടുത്താൽ പോരായിരുന്നോ? ഈശ, ഇതൊരു വിഷയമാണോ? താ മോനെ, നീ ഇതിങ്ങ് തന്നേക്ക്. പോയിട്ട് വേറെ പണിയുണ്ട്. എന്നാ ശരി. നീ എന്നെ വെറുക്കാൻ വേറൊരു കാരണം കൂടിയായി. ഐ എം സോറി രേഡ, ഐ എം റിയലി സോറി. പോട്ടടാ അവൻ്റെ മേലെ. ആ എല്ലാ ബാച്ചും വന്നുവല്ലോ അല്ലേ? ആ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ ഈ വർഷത്തെ കൾച്ചറൽ ഫെസ്റ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഈ പ്രാവശ്യത്തെ കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നത് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിലാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പ്രാവശ്യം പോലെ തല്ലി വാങ്ങി നമ്മുടെ പേര് കളയരുത്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇത് നടത്തണം. സാർ, അത് നടക്കുമൊന്നുമില്ല. പിന്നെ അത് നടക്കുക തന്നെ. നിങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരിക്കൂ. എനിക്കൊന്നും പറയാനില്ല. റോഷനോട് ഏടനെ ഇത് നയിക്കും. ഓ താങ്ക് യു ഫോർ ദ റീത്ത്. ഓ അടുത്തത് എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്ത് തന്നെ വന്ന് വീഴുന്നുണ്ടല്ലോ. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ടീം വർക്ക്. ആ ബെസ്റ്റ്. നീ ഇവിടെ സംസാരിച്ചിരിക്കുന്ന നേരെ അവന്മാരെ പോയി പിടിച്ച് മാറ്റാൻ നോക്കും. എന്തോടാ പോയത്? കാട്ടുപോത്തോ? കാട്ടുപോത്തല്ല, സനൽപി. ഇതേണ്ട കഴിഞ്ഞ ആഴ്ച ലിഗമെന്റ് പൊട്ടിയെന്നും പറഞ്ഞ ഫുട്ബോൾ ഒഴിവായ ചെക്കനാ. ഇപ്പൊ കണ്ടില്ലേ, പറന്നടിയാ. അല്ലെങ്കിൽ നിങ്ങളോട് അടിയുണ്ടാക്കാൻ ഞങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ്. ആ വീട്ടു പോ, പഠിച്ചോളൂ. എന്തോ? ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ ഡിസൈനാ. ആണോടാ? അല്ലണ്ട, ഇത് ഞാൻ സ്വന്തം ബുദ്ധി ഉണ്ടാക്കിയ. പിന്നെ പോടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആടാ, എൻ്റെ പള്ളി ഇതാ, നിന്റെ വീട്. ഇതേണ്ടേ മറ്റേടത്ത് വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ എന്താണ് നിൻ്റെയൊക്കെ പ്രശ്നം? റേടാ, ഇത് നടക്കില്ല. സ്റ്റേജ് ഡെക്കറേഷൻ നമ്മൾ ഏറ്റെടുത്താ. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എപ്പോഴാണ് ഏറ്റെടുത്തത്? രണ്ടുപേരും നിർത്തിക്കോ. ഇനി ഒരക്ഷരം പോലും ഒരുത്തനും ഇവിടെ മിണ്ടണ്ട. ഇങ്ങനെ അടിപിടി ഉണ്ടാക്കിക്കൊണ്ട് നിന്നാൽ അതിനെ നേരം കാണത്തുള്ളൂ. പിന്നെ സ്റ്റേജ് ആര് വന്ന് കിട്ടും? പിന്നെ ഉള്ളത് സ്റ്റേജ്. അതിന് ഞാനൊരു ഐഡിയ പറയാം. സ്റ്റേജ് ഡിസൈൻ ചെയ്യുന്നത് ആർക്കിടെക്ചറും ഡെക്കറേറ്റ് ചെയ്യുന്നത് എൻജിനീയറിംഗ് പിള്ളേരും. അപ്പോൾ പിന്നെ ക്രെഡിറ്റ് 50-50. ഓക്കെ അല്ലേ? ആ അതൊക്കെയാ. ഡൺ.
ഇന്ന് ലോകം അവസാനിക്കുന്നുള്ളത് ഉറപ്പായി. ഇവന്മാർ രണ്ടുപേരും ആദ്യമായിട്ടാ ഒരു കാര്യത്തിന് എഗ്രി ചെയ്ത് നിൽക്കുന്ന ഞാൻ കാണുന്ന. തന്നോട് പിന്നെ എന്ത് പറയാനാ, ഏത് നേരം ഈ ചിരിച്ചോണ്ടിരിക്കും. റോഷൻ ഒന്ന് അവിടെ നിന്നേ. എല്ലാ പ്രശ്നത്തിനും നീ സൊല്യൂഷൻ കണ്ടുപിടിക്കല്ലേ. എൻ്റെ പ്രശ്നത്തിന് എന്താ ഡേട്ടാ? ഇപ്പം അതിനുള്ള ടൈമല്ല. പിന്നെ എപ്പോഴാ? എനിക്ക് കുറച്ച് ടൈം താ. ടേക്ക് യു ടൈം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവർക്കിടയിൽ എന്തോ ഉണ്ട്. കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ എന്തിൻ്റെ ഇട കുറവ്? ആ ചേട്ടാ 2 മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ചേട്ടാ, വാട്ടർ സപ്ലൈ അത് റെഡി ആയിട്ടില്ല. വരുന്ന പെൺകുട്ടികൾക്ക് താമസിക്കാനോ അതും സ്ഥലമായില്ല. ആ 2 കാര്യങ്ങളൊന്ന് ചേട്ടൻ നോക്കിയേക്കണം. അതുണ്ടല്ലേ, അത് ഞാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് സെറ്റാക്കാം. അത് നീ കാര്യമാക്കണ്ട, ഞാൻ എന്തായാലും വിളിച്ചു പറയാട്ടോ. ഇത് അവൻ്റെ ശബ്ദമാണല്ലോ. ഇവരിതെവിടെ? ഇവിടെ എന്താ പരിപാടി? ഏടാ കുടിക്കേ. നീ എന്താ ഇവിടെ? എന്നാ പിന്നെ റോഷൻ ചേട്ടാ ഞാനങ്ങോട്ട്. നീ പൊക്കോടാ. എന്തായാലും ഞാനത് നോക്കിയിട്ട് എന്നെ വിളിക്കാം. ശരി ചേട്ടാ. ഇതിനൊക്കെ വീട്ടിൽ പോക്കൂടെ മനുഷ്യനെ നോക്കിലെത്താൻ വേണ്ടി? എന്നാ ഫുഡ് കഴിക്കും. നീ ഇതൊക്കെ എന്തിനാ വാങ്ങിയ? അപ്പം തിന്നാ മതി, കുഴി എണ്ണാണ്ട. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. എക്സാം ഇൻവിജിലേറ്റർ കോപ്പി പൊക്കിയ പോലെ നിന്റെ അമ്മ എന്നെ നോക്കിക്കൊണ്ടിരുന്നെ. ഞാൻ കണ്ടായിരുന്നു. ആൻഡ് ഐ ആം സോറി ഫോർ ദാറ്റ്. നീ എന്തിനാ സോറി പറയുന്നത്? എൻ്റെ ഫാമിലി കാരണം നീ അൺകംഫർട്ടബിൾ ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോവാം. പക്ഷേ എനിക്കെന്താ പറ്റിയേ? റോഷൻ ഒന്ന് അവിടെ നിന്നേ. നിനക്കെന്താ പറ്റിയേ? ഡേടാ ഞാനിപ്പോൾ ഓക്കെ അല്ല, ഞാൻ വീട്ടിൽ പോവാം. നിൽക്കുക, നീ ഒന്ന് പറഞ്ഞിട്ട് പോവും. എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. ശരി റോഷ ഇവനെക്കൊണ്ട് ഒന്ന് ഫോണെങ്കിലും എടുക്കുക. ഇവനെന്തിനായി വിളിച്ചോണ്ടിരിക്കുന്നത്? റോഷ ഒന്ന് ഫോൺ എടുക്കുക. എന്താ പിടിക്കുക? ഐസ്ക്രീമോ? സ്പെഷ്യൽ ഓഫേഴ്സ് ക്ലോസസ് സൂൺ എന്നാ. വാങ്ങിക്കോളാം. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ചെറുപ്പത്തിലൊക്കെ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം നീ എന്താ ചേച്ചേ? എനിക്കും ആ ദേഷ്യം ഉണ്ടാവുന്നു. എന്താ
അപ്പോൾ ഉണ്ടായിരുന്നില്ലേ? നിനക്കെന്താ തോന്നുന്നേ? നിന്നെ തോൽപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നേ വരെ വെറുക്കണമെന്ന് തോന്നിയിട്ടില്ല. അല്ല, നീ ഇതെവിടേക്കാടാ? കോളേജിലേക്ക്. നിങ്ങളല്ലേ പറഞ്ഞേ ഒരാഴ്ച ക്ലാസ്സില്ലാന്ന്? അമ്മ ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ച് കോളേജിൽ പോകണ്ടെന്നല്ല. ക്ലാസ്സില്ലാത്ത പിന്നെ എന്തിനാണ് കോളേജിൽ പോകുന്നത്? അമ്മ ആർട്ട് ഫെസ്റ്റ് വരിക, ഞങ്ങളുടെ കോളേജിൽ നിന്നാണ് പരിപാടി നടക്കുന്നത്. വെന്യൂ സെറ്റാക്കണ്ടേ? അതിന്? അതിനെന്താ, അതിനെല്ലാ പ്രസിഡന്റുമാരും വരണം. ഞങ്ങളാ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ. ഓ, അവനൊരു കോർഡിനേഷൻകാരൻ വന്നിരിക്കുന്നു. നിനക്ക് വേറെ ഒരു പണിയും ഇല്ലേടാ ഇതിലെടുത്ത് തലവെക്കാൻ? അതാ അമ്മ പറഞ്ഞത് ശരിയാ. അമ്മയുടെ മോനല്ലെങ്കിലും വള്ളിപിടുത്തം കുറച്ച് കൂടുതലാ. നീ ഉണ്ടായിരുന്നു ഇവിടെ? കുറെ ആയല്ലോ ഇങ്ങോട്ടേക്കൊക്കെ കണ്ടിട്ട്. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്നാ ചെല്ല് രണ്ടാളും, ഇനി നേരം വൈകണ്ട. അപ്പൊ ശരി മാതാശ്രീ. പൊക്കോ പൊക്കോ. എടാ, നമ്മളാണോ ലേറ്റ്? ഷോ ഒന്ന് മിണ്ടാതിരിക്കുക. നേരത്തിനും കാലത്തിനൊക്കെ പോയി അവര് വിചാരിക്കും നമ്മളൊരു കൺട്രീസ് ആണെന്ന്. പന്നെ മിണ്ടാതിരുന്നോ, അല്ല ഇപ്പൊ ഈ കാർന്ന് ഞാൻ ഇറക്കി വിടും. ഞാനൊരിത് പറഞ്ഞതാ, ആരും വന്നിട്ടില്ല. ടീയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു ചായ കിട്ടിയാൽ കൊള്ളാന്നുണ്ടേനി. വന്ന് കേറിയില്ല, അപ്പോഴേക്കും അവൻ തുടങ്ങി. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വന്നോ? വന്ന് നമുക്ക് ഈ ചെയറെല്ലാം ഒന്ന് സെറ്റാക്കാം, പിന്നെ ഈ ഒരു കർട്ടൻ ചേഞ്ച് ആക്കാം. ഓക്കെ. കിരണെ, നീ ഒന്ന് മേലെ കയറി കേട്ടോ. ഞാൻ ശരിയാക്കാം. പിന്നെ നിങ്ങൾക്കുള്ള പണികൾ: 4 പേര് ഈ ഭാഗത്ത് ചെയർ റെഡിയാക്ക്, 4 പേര് അവിടെ. തുടങ്ങിക്കോ. അതേ, നിന്നെ ഇവിടെ സൂപ്പർവൈസറായിട്ടല്ല കൊണ്ടുവന്നേ, പണിയെടുക്കാൻ നോക്ക്. അതെന്താടാ, ഞാൻ വരാം, നിങ്ങൾ നടക്ക്. ഒരുത്തനെ എന്നെ ജീവിക്കാൻ ശ്രമിക്കില്ല തേണ്ടികള്. അല്ല, ലവന്മാരെ കാണാനില്ലല്ലോ. എവിടെ പോയി? അതെ റേടാ, ഈ പ്രസിഡന്റ് എന്ന് പറയുമ്പോ എല്ലാ പ്രസിഡന്റിനും ഒരു ബാധകമല്ലേ? റോഷനൊന്നും ഇതുവരെ വന്നില്ലല്ലോ. അത് ശരിയാ, അത് ഞാനും പറയാനിരിക്കായിരുന്നു. അവന്മാരെ ഇതുവരെ ഒന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പോവാ. എടാ, അത് അവര് വരുമായിരിക്കും, നമ്മുടെ പണിയെടുക്കാം, അത്രേ ഉള്ളൂ. കൊള്ളുന്നുണ്ട്. എന്തേലും പറഞ്ഞോ? ഇല്ല, ഒന്നുമില്ല. ചെയറടക്കിടാ. എടാ, നമ്മൾ നല്ലോണം ലേറ്റായി. ഇനിയിപ്പോൾ അവന്മാരൊക്കെ എന്തൊക്കെയാണോ പറഞ്ഞിട്ടാക്കാൻ പോകുന്നത്. അതും സാരമില്ല, വാ. തൊഴിലാളികൾ പണി തുടങ്ങിയല്ലോ. തൊഴിലാളി നിന്റെ തന്ത. എൻ്റെ തന്തയെ പറഞ്ഞാലുണ്ടല്ലോ, നോക്കി നിൽക്കാതെ വന്ന് ചെയറടക്കിയിടുക. കിരണ, ബാക്കിറങ്ങ്. ഏട്ടാ, റേടാ, നീ ഓക്കെ അല്ലേ? കൺട്രോൾ റോഷ, നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്ന? ഇതെന്താ നീ ഞാൻ ആദ്യമായിട്ട് വീഴുന്ന പോലെ? നീ ഓക്കെ അല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ ഓക്കെ. ഒരു ഐ കോണ്ടാക്റ്റിൽ തന്നെ എന്തൊക്കെയോ ഇല്ലേ?
ഇവരെ ഫ്രണ്ട്സ് തന്നെയാണോ? മേ ബി നോട്ട്. റെയ്ഡൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കേട്ട പേര്. മേ ബി ഇതായിരിക്കും നിന്നെ മറ്റുള്ളവരിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്പെഷ്യലാക്കിയത്. ശരിക്കും പറയാലോ, ഇന്ന് നീ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല. എന്നെ വെറുത്തിട്ടുള്ള നിന്റെ നോട്ടം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിന്റെ കണ്ണിൽ കണ്ടത് എൻ്റെ വെറും തോന്നലാണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയില്ല ഇനി എന്നാ നമ്മളിതൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു. നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യു ആർ ട്രൂലി അഡ്മയറബിൾ. ഇത് എത്ര പെർസെൻറ്റേജ് വർക്കൗട്ട് ആവുമെന്നൊന്നും എനിക്കറിയില്ല. മേ ബി 0. നമ്മുടെ അവസ്ഥ അങ്ങനെയാ. ഇവന്തോ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. റോഷ, പപ്പ, ആ നീ വാ. പപ്പ ഉറങ്ങിയില്ലേ? ഇല്ലടാ, മോന് പപ്പയോട് എന്തെങ്കിലും പറയാനുണ്ടോ? പപ്പ അത് ഇല്ല, ഒന്നുമില്ല. ആ, എൻ്റെ മോൻ എൻ്റെ അടുത്ത് കള്ളം പറയാനൊക്കെ തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അപ്പനത് മനസ്സിലായി. എന്താടാ, എന്താ പ്രശ്നം? എനിക്കൊരു ഡൗട്ട്. ഡൗട്ടുകൾ നല്ലതാണ്. ചോദിക്കേ, കേക്കട്ടെ. പപ്പ, നമ്മളെപ്പോഴും ഒരാളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ആ, അപ്പം ഇത് തന്നെ കാര്യം. ഇതിനെപ്പറ്റി അധികമൊന്നും പപ്പയ്ക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അയാൾ നിന്റെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാ. അപ്പം ഇതാണോ എൻ്റെ മോൻ്റെ പ്രശ്നം? ഏയ്, അങ്ങനെയൊന്നുമില്ലപ്പാ. ആട്ടെ, ആരാ കക്ഷി? നമ്മുടെ റേഡനാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല പപ്പ. ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ മമ്മിയെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം. സീരിയസ്ലി? അപ്പോൾ പപ്പയ്ക്കൊരു പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? അല്ല പപ്പ. എടാ, കാലം മാറി. ഇത് 21-ാം നൂറ്റാണ്ടാ. ഇപ്പോഴും പണ്ടത്തെ പഴഞ്ചൊല്ലെല്ലാം പറഞ്ഞ് നടന്നാൽ നമുക്കതിനെ നേരമുണ്ടോ? നിങ്ങൾ ജീവിക്കടാ. പിന്നെ നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കുവാണെങ്കിൽ ഈ കാലത്തൊന്നും നമ്മൾ ജീവിക്കലുണ്ടാവില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഹാപ്പീനെ പ്രയോറിറ്റൈസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ. ഇനി കാമുകം പോയി കിടന്നാട്ടെ. ഗുഡ് നൈറ്റ്. ശരി പപ്പ. താങ്ക് ഗോഡ് പപ്പ എന്നെ മനസ്സിലാക്കിയല്ലോ. എൻ്റെ ചെക്കൻ കടന്നു കാണോ എന്തോ. റോഷ, വേണ്ട. വേണ്ട. എൻ്റെ അമ്മോ, എന്ത് തേങ്ങയാണോ ഇതൊക്കെ. റേഡ, റോഷനായിട്ട് നീ അധികം അടുക്കണ്ട. അത് നിന്റെ ചുറ്റുമുള്ളവർക്ക് നാശമായിരിക്കും.